ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹത്തിൻ ജ്വാല ഭൂമിയിൽ ചൊരിഞ്ഞൊരു നിർമ്മല റാണി മരിയ. സത്യപ്രകാശം മാനവർ കേൾക്കുവാൻ പ്രേക്ഷിതയായി ഒരു മാലാക റാണി മരിയ. ഭാരത സഭയുടെ മധ്യസ്ഥ. മുന്നോട്ട് വരുവിൻ, നമ്മുടെ ഗുരുവായ യേശുവിന് വേണ്ടി മരിക്കാൻ നമുക്ക് തയ്യാറാകാം എന്ന സിസ്റ്റർ റാണി മരിയയുടെ വാക്കുകൾ നമുക്ക് കാതോർക്കാം. വാഴ്ത്തപ്പെട്ട റാണി മരിയ ആരായിരുന്നു? എങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ച് സ്വർഗത്തിലെത്തി? 1954 ജനുവരി 29 എറണാകുളം ജില്ലയിലെ വട്ടളിയിൽ പൈലി ഏലിഷ ദമ്പതികളുടെ 7 മക്കളിൽ രണ്ടാമത്തെ മകളായി റാണി മരിയ ജനിച്ചു. ഉത്തമ ക്രൈസ്തവ വിശ്വാസത്തിലും ദൈവഭക്തിയിലും വളർന്ന റാണി മരിയ അനുദിന ദിവ്യബലിയിലും കുടുംബ പ്രാർത്ഥനയിലും സജീവമായി പങ്കെടുത്തു. 18-ാം വയസ്സിൽ ഫ്രാൻസിസ്കൻ ക്ലാരിക് സഭയിൽ ചേർന്ന റാണി മരിയ 1974 മെയ് 1 പ്രഥമ വ്രത വാഗ്ദാനം നടത്തി. ഉത്തരേന്ത്യയിലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ അനിവാര്യതയും സാഹസികതയും ബോധ്യമായ അവൾ പ്രയാസങ്ങളും തടസ്സങ്ങളും തരണം ചെയ്ത് ഉത്തർപ്രദേശിലെ ഇഗ്നോറയിൽ പ്രേക്ഷിത പ്രവർത്തനം നടത്തി. 8 വർഷത്തോളം തന്റെ വാക്കിലൂടെയും പ്രവൃത്തികളിലൂടെയും സുവിശേഷ വേലയിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനായും അഹോരാത്രം കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ചു. തുടർന്ന് 9 വർഷം മധ്യപ്രദേശിലെ സത്നാ രൂപതയിൽ പ്രേക്ഷിത പ്രവർത്തനം നടത്തി. അനേകം പേരെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് നയിച്ചു. സിസ്റ്റർ റാണി മരിയയുടെ ഏറ്റവും വലിയ വേദനയായിരുന്നു ജമീന്ദാന്മാർ കുടിയാന്മാരുമായി നടത്തിയ പീഡനങ്ങൾ. കുടിയാന്മാർ അധ്വാനിക്കും, അതിന് ഫലം അനുഭവിക്കുന്നതോ ജമീന്ദാന്മാർ. അവർ നടത്തിയ അനീതിക്കെതിരെയാണ് സിസ്റ്റർ റാണി മരിയ ശബ്ദമുയർത്തിയത്. 1995 ഫെബ്രുവരി 25 ജീവൻ സിംഗ് ധർമ്മേന്ദ്ര, സാമന്തർ സിംഗ് എന്നിവർ ചേർന്ന് ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന സിസ്റ്ററിനെ അധിക്ഷേപിക്കുകയും തുടർന്ന് സാമന്തർ സിംഗ് മൃഗീയമായ സിസ്റ്ററിനെ 54 പ്രാവശ്യം കത്തികൊണ്ട് കുത്തുകയും ചെയ്തു. അവസാന ശ്വാസം വരെ യേശുനാമം ഉച്ചരിച്ചുകൊണ്ട് കർത്താവിന്റെ ഉദ്യാനത്തിലെ പ്രിയ മണവാട്ടിയായി ഇഹലോകവാസം വെടിഞ്ഞു. ക്രൈസ്തവ ഉപവിയുടെയും ക്ഷമയുടെയും യഥാർത്ഥ പ്രതിഫലമായി സിസ്റ്റർ റാണി മരിയയുടെ ഘാതകൻ സാമന്തർ സിംഗിന് സിസ്റ്ററിന്റെ കുടുംബാംഗങ്ങൾ നിരുപാധികം മാപ്പ് നൽകുകയും തങ്ങളുടെ കുടുംബങ്ങളിലെ ഒരംഗമായി സാമന്തർ സിംഗിനെ സ്വീകരിക്കുകയും ചെയ്തു. 2017 നവംബർ 4 വാഴ്ത്തപ്പെട്ട രക്തസാക്ഷിത്വ മകളും ചൂടിയ ഭാരതത്തിലെ പ്രഥമ വനിതയായി സിസ്റ്റർ റാണി മരിയ ഉയർത്തപ്പെട്ട ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ സാമന്തർ സിംഗ് സന്നിഹിതനായിരുന്നു. സിസ്റ്റർ റാണി മരിയ തന്നെ തന്റെ ഡയറി കുറിപ്പുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാത്രിയുടെ യാമങ്ങളിൽ സക്രാരിയുടെ മുമ്പിൽ ഒഴുകിയിറങ്ങിയ കണ്ണുനീരാണ് പിറ്റേ ദിവസങ്ങളിൽ തന്റെ അധ്വാനത്തിന് ബലം നൽകിയതെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ സിസ്റ്റർ റാണി മരിയ അനുസ്മരിക്കുന്ന ഈ ദിനത്തിൽ വാഴ്ത്തപ്പെട്ട സിസ്റ്ററിന്റെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായി യാചിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ അനീതിക്കെതിരെ പ്രവർത്തിക്കുന്ന, സക്രാരിയുടെ മുമ്പിൽ പ്രാർത്ഥനയ്ക്കായി ചെലവഴിക്കുന്ന വ്യക്തികളായി തീരാൻ നമുക്ക് പരിശ്രമിക്കാം. നന്ദി. ജയ് ക്രൈസ്റ്റ്.